നമ്മൾ കഴിഞ്ഞ തവണ പ്രധാനമായിട്ട് ഴകാരത്തെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഴായും യായും തമ്മിലുള്ള ബന്ധവും കൂടി നമ്മൾ ചൂണ്ടിക്കാണിച്ചു. എന്താണ് യാ? യാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ് എന്നുള്ളതിൻ്റെ സ്വനവിജ്ഞാനപരമായ ഒരു നിർവചനം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. യാ ഒന്ന് ഉച്ചരിച്ച് നോക്കുക. ഉച്ചരിച്ച് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ശ്രദ്ധാപൂർവം ഉച്ചരിച്ചാൽ മതി. പായ്, പായ് എന്ന് പറഞ്ഞിട്ട് നാവ് അതേ സ്ഥാനത്ത് വെച്ചിട്ട് വായു ഉള്ളിലേക്ക് വലിച്ചു നോക്കുക. അപ്പോൾ എന്താണ് നമ്മൾ അനുഭവിക്കുന്നത്? അന്തരീക്ഷത്തിലെ തണുത്ത വായു നാവിൻ്റെ നടുഭാഗത്തിന് മുകളിലൂടെ സുഖമായിട്ട് ഒരു തടസ്സവുമില്ലാതെ അകത്തേക്ക് പ്രവഹിക്കുന്നു. ഇതിന് നേരെ വിപരീതം പുറത്തേക്ക് പ്രവഹിക്കുമ്പോഴാണ് യാ പുറപ്പെടുന്നത്. നാവിൻ്റെ നടുഭാഗം എന്ന് ഞാൻ പറഞ്ഞു. ഴ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ നടുഭാഗമല്ല, നാവിൻ്റെ മുൻഭാഗം. ആ മുൻഭാഗം എന്താ മുകളിലേക്ക് വളയുന്നു. ആ വളഞ്ഞിരിക്കുന്ന നാവിൻ തുമ്പിന് മുകളിലൂടെ വേണം വായു പുറത്തേക്കാൻ. അപ്പോൾ ഴ ഉച്ചരിച്ചിട്ട് നാവിൻ്റെ തുമ്പ് വളയാതെ നാവിൻ്റെ നടു മേലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ യായാകും. ഈ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ ഴായും യായും തമ്മിൽ. അതുകൊണ്ടാണ് മഴ എന്ന് പലരും പറയുമ്പോൾ മയ എന്ന് ചിലരൊക്കെ പറയുന്നത്. മയ എന്ന് പറയുന്നത് മോശമാണ് എന്നൊന്നുമല്ല. മയ എന്ന് പറയുന്നത് ആ ആളുടെ പ്രത്യേകത, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു സ്വനവിജ്ഞാനിയുടെ കാഴ്ചപ്പാടിൽ കൂടി നോക്കുമ്പോൾ മഴയും മയയും ഒരേ വാക്കിൻ്റെ രൂപഭേദമാണ് എന്ന് ധരിക്കണം. ഈ ഒരേ വാക്കിൻ്റെ രൂപഭേദത്തിൽ മഴ ശരി, മയയാണ്, മയ എന്നത് തെറ്റാണെന്നല്ല നമ്മൾ പറയുക. മഴ എന്ന് പറയുന്ന ആളുകളുമുണ്ട്, മയ എന്ന് പറയുന്ന ആളുകളുമുണ്ട്. പക്ഷേ നമ്മൾ ഔദ്യോഗികമായിട്ട് ഭാഷ ഉപയോഗിക്കുമ്പോൾ, ഉദാഹരണത്തിന് ആകാശവാണിയിലോ ദൂരദർശനിലോ ഒക്കെ കാലാവസ്ഥയെപ്പറ്റി പ്രവചിക്കുന്ന സമയത്ത് കേരളത്തിൽ കാലവർഷം കനത്ത് വരികയാണ്, തെക്കൻ ജില്ലകളിലെല്ലാം മഴ ഉണ്ടാവും എന്ന് അനൗൺസ് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്? സ്റ്റാൻഡേർഡ് മലയാളമായിരിക്കണം അയാൾ ഉച്ചരിക്കുന്നത്. ദൂരദർശനിലും ആകാശവാണിയിലുമൊക്കെ ന്യൂസ് വായിക്കുകയും ന്യൂസ് വായിക്കുക എന്നുള്ളതിന് വാർത്തകൾ വായിക്കുക എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ ന്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം മലയാളിക്ക് വളരെ സുപരിചിതമായിട്ടുള്ള പദമാണ്. അപ്പോൾ വാർത്തകൾ വായിക്കുകയും കാലാവസ്ഥ പ്രവചിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടത് സ്റ്റാൻഡേർഡ് മലയാളമാണ്. മാനക മലയാളം എന്ന് പറയും. അതുമാത്രമാണ് ശരിയെന്നല്ല ഈ പറയുന്നത്. അത് വേണം ഔദ്യോഗികമായിട്ട് ഉപയോഗിക്കാൻ. അത് വേണം ഈ ഓഫീസ് രേഖകളിൽ കാണാൻ. ഉച്ചാരണത്തിൻ്റെ കാര്യം എന്ന് പറയുന്ന സമയത്ത് ഞാനിപ്പോൾ ഓഫീസ് രേഖകളെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. അത് പിന്നൊരവസരത്തിൽ ഞാൻ പറയാം. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മഴയും മഴയും തമ്മിലുള്ള വ്യത്യാസം. ഇനി കുറച്ച് നമ്മൾ പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ രായുടെയും റായുടെയും വ്യത്യാസം ഒന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. രായെപ്പറ്റിയും റായെപ്പറ്റിയും
നമ്മൾ കുറച്ച് ദീർഘമായിട്ട് സംസാരിച്ചു എങ്കിൽ പോലും രായും റായും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സാർ എന്ന് ആരെങ്കിലും ഒരാൾ ചോദിച്ചാൽ കൃത്യമായിട്ടതിന് നമുക്ക് മറുപടി പറയേണ്ടി വരും. അവിടെയാണ് ഈ രായുടെ കാര്യത്തിലും റായുടെ കാര്യത്തിലും നാവിൻ്റെ തുമ്പ് വായുടെ മുകൾ തട്ടിൽ ഒന്ന് തട്ടിയിട്ട് അങ്ങ് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. ആ തട്ടിയിട്ട് മാറിപ്പോകുന്ന സമയത്ത് നാവിൻ്റെ മുൻഭാഗം മുകളിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത് രാ ഉച്ചരിക്കുന്ന അവസരത്തിൽ. റാ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ പിൻഭാഗമാണ് മുകളിലേക്ക് ഉയരുന്നത്. അപ്പോൾ നാവിൻ്റെ പിൻഭാഗം മുകളിലേക്ക് ഉയരുകയും നാവിൻ്റെ തുമ്പ് വായുടെ മുകൾ തട്ടിൽ ഒന്ന് തട്ടിയിട്ട് വിട്ടുമാറുകയും ചെയ്യുമ്പോൾ റാ ഉണ്ടാകുന്നു. അല്ലാത്തപ്പോൾ നാവിൻ്റെ മുൻഭാഗം മുകളിലേക്ക് അല്പമൊന്ന് ഉയരുകയും നാവിൻ്റെ തുമ്പ് മുകളിൽ ചെന്നൊന്ന് തട്ടിയിട്ട് വിട്ടുപോവുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോഴാണ് രാ ഉച്ചരിക്കുന്നത്. രായെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് ബ്രിട്ടീഷുകാരിയാണ്. അവൾ പറയാറുള്ളത് രാ ഈസ് ദ വേൾഡ് ഓഫ് മൂൺ ലൈറ്റ്, നിലാവിൻ്റെ ഒരു ലോകമാണ് രാ എന്ന്. എന്നിട്ട് അവൾ പറയും കുഞ്ഞ് കരഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ കുഞ്ഞ് കരഞ്ഞു എന്ന് പറയുന്നിടത്ത് വാസ്തവത്തിൽ കുഞ്ഞ് കറഞ്ഞു എന്നല്ല പറയുക, കുഞ്ഞ് കരഞ്ഞു എന്ന് ഡോക്ടർ നായർ പറയും. പക്ഷേ ഇത് നിലാവിൻ്റെ മൂൺ ലൈറ്റിൻ്റെ ഒരു ലോകമാണ്. അതേസമയത്ത് റാ പറയുമ്പോൾ വളരെ റഫാണ് എന്ന് അവൾ പറയുമായിരുന്നു. ഇത് നമ്മൾ എങ്ങനെ മലയാളത്തെ വിദേശികൾ നോക്കിക്കാണുന്നു എന്നുള്ളതിൻ്റെ നല്ല ഒരു അനുഭവ സാക്ഷ്യം ആണ്. പോട്ടെ, ഇത് നമ്മളിപ്പോൾ യായുടെ കാര്യം കൂടെ പറഞ്ഞു. ഇപ്പോൾ മിക്കവാറും മലയാളത്തിലെ എല്ലാ വ്യഞ്ജനങ്ങളെപ്പറ്റിയും കൂടി നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ആലോചിച്ച് നോക്കിയാൽ 6 കാര്യങ്ങളാണ് നമ്മുടെ ഉച്ചാരണത്തിൽ പ്രധാനം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 1, സ്വനപാളികൾ എന്ത് ചെയ്യുന്നു, സ്വനപാളികളുടെ സ്ഥിതി എന്താണ്, അവ തമ്മിൽ അകലം ഉണ്ടോ. നല്ല അകലം ഉണ്ടെങ്കിൽ ശ്വാസിസ്വനങ്ങളെ പുറപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ക, ച, ട, ത, പ ഇതൊക്കെ ഉച്ചരിക്കുന്ന സമയത്ത് സ്വനപാളികൾ തമ്മിൽ നല്ല അകലം വേണം. അതേസമയത്ത് ഗ, ജ, ഡ, ദ, ബ ഇതൊക്കെ ഉച്ചരിക്കുമ്പോൾ സ്വനപാളികൾ തമ്മിൽ അകലമില്ല എന്നല്ല, അവ തമ്മിൽ വളരെ അടുത്ത് ആണ് ഉള്ളത്. അവ വൈബ്രേറ്റ് ചെയ്യുകയും കൂടെ ചെയ്യുന്നു. നാദിസ്വനങ്ങളാണ് അവ. ആലോചിച്ച് നോക്കണം. അപ്പോൾ ശ്വാസി നാദി എന്നുള്ള വ്യത്യാസം വരുന്നത് സ്വനപാളികളുടെ നിലപാട് കൊണ്ടാണ്. ഇനി സ്വനപാളികൾക്ക് വേറൊരു നിലപാടും കൂടിയുണ്ട്. തമ്മിൽ ചേർന്നിട്ട് സ്വനപാളികൾ തമ്മിൽ ചേർന്ന് ബലമായിട്ട് അങ്ങനെ മുട്ടിച്ചേർന്നിരിക്കും. അങ്ങനെ ചേർന്നിരിക്കുന്ന സമയത്തും ചിലപ്പോൾ മലയാളി ചില വാക്കുകൾ ഉച്ചരിക്കും. കേട്ടു നോക്കൂ. അവനെവിടെ, അവനെവിടെ, അവൻ എവിടെ. കണ്ടോ? 3ാമത്തെ തവണ ആദ്യം ഞാൻ അവനെവിടെ എന്ന് ചോദിച്ചു. 2ാമത്തെ തവണ കുറച്ചുകൂടെ ഉറക്കെ അവനെവിടെ എന്ന് ചോദിച്ചു. 3ാമത്തെ തവണ അവൻ എന്നാണ് പറഞ്ഞത്. ഈ അവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വനപാളികൾ ചേർന്നിരുന്നിട്ട് പെട്ടെന്ന് വിടരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പെട്ടെന്ന് വിടരുന്ന സമയത്ത് ഒരു സ്പർശസ്വനമാണ് അവിടെ ഉണ്ടാവുന്നത്. ഈ സ്പർശസ്വനത്തിന് വാസ്തവത്തിൽ കൃകത്തിൽ ഉള്ള ഒരു സ്പർശം എന്ന് വേണം പറയാൻ. അത്
പതിവായിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത ഒരു സ്വനമാണ്. എങ്കിലും വല്ലപ്പോഴും ഒരിക്കൽ നമ്മൾ ഉപയോഗിച്ചു എന്ന് വരും. അതുകൊണ്ടാണ് ഈ കൃഗത്തിലുള്ള ഒരു സ്പർശസ്വനത്തിന് പ്രത്യേകം ഒരു ചിഹ്നം മലയാളത്തിലില്ലാത്തത്.